ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 4th സ്റ്റാൻഡേർഡിലെ ഇന്നത്തെ ഇംഗ്ലീഷ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട സ്കൂൾ വർക്ക്ഷീറ്റാണ്. 4ലെ കൂട്ടം എന്ന വർക്ക്ഷീറ്റാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ക്യാൻ യു ഐഡൻറ്റിഫൈ ദിസ് ബേർഡ്സ്? ഹായ് കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ ബേർഡ്സിനെ ഐഡൻറ്റിഫൈ ഒക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടോ, തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇല്ലേ? ഫസ്റ്റ് ബേർഡ് ഏതാണ്? യെസ്, പാരറ്റ്. ദെൻ ഔൾ. ദെൻ ലാസ്റ്റ് യെസ്, പീകോക്ക്. ക്യാൻ യു സേ ദ നെയിം ഓർ സം അതർ ബേർഡ്സ്? നോക്കൂ, ഒരുപാട് ബേർഡ്സിൻ്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വായിച്ച് നോക്കാം. പാരറ്റ്, പീകോക്ക്, ക്രോ, ക്രെയിൻ, കുക്കു, നൈറ്റിംഗേൽ, ഹാൻ, സ്പാരോ, പിജിയൻ, ഈഗിൾ, കിങ്ഫിഷർ, വുഡ്പെക്കർ, ഹോൺബിൽ, ഡക്ക്, ക്വെയിൽ. തത്ത, ദെൻ പീകോക്ക് മയിൽ, ക്രോ കാക്ക, ക്രെയിൻ കുക്ക്, കുക്കു കുയിൽ, നൈറ്റിംഗേൽ എന്താണ്? രാപ്പാടി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടു അല്ലേ, കണ്ടില്ലേ? രാപ്പാടിയുടെ ചിത്രമൊക്കെ നമ്മൾ കണ്ടു. ഓക്കെ. ദെൻ ഹെൻ കോഴി, സ്പാരോ കുരുവി, പിജിയൻ പ്രാവ്, ഈഗിൾ കഴുകൻ, കിങ് ഫിഷർ പൊന്മാൻ, വുഡ് പെക്കർ മരംകുത്തി, ഹോൺബിൽ വേഴാമ്പൽ, ഡെക്ക് താറാവ്, ക്വെയിൽ എന്താണ്? കാടയാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. Okay, then read the name of birds given above. മുകളിൽ തന്നിട്ടുള്ള ബേർഡ്സിൻ്റെ നെയിം വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹാവ് യു സീൻ ഓൾ ദിസ് ബേർഡ്സ്? കൂട്ടുകാർ, ഇതിൽ എല്ലാ ബേർഡ്സിനെയും കണ്ടിട്ടുണ്ടോ? ഡു യു ലൈക്ക് ഓൾ ദിസ് ബേർഡ്സ്? നിങ്ങൾക്ക് എല്ലാ പക്ഷികളെയും ഇഷ്ടമാണോ? നമ്മൾ രാപ്പാടി പക്ഷിയെ നമ്മൾ കണ്ടിട്ടില്ലേ? നൈറ്റിംഗേലിനെ നമ്മൾ കണ്ടിട്ടില്ല, ബാക്കി എല്ലാ പക്ഷികളെയും നമ്മൾ കണ്ടിട്ടുണ്ടാകും അല്ലേ? ഓക്കെ. ഡു യു ലൈക്ക് ഓൾ ദിസ് ബേർഡ്സ്? കൂട്ടുകാർക്ക് എല്ലാ പക്ഷികളെയും ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. വിച്ച് ഈസ് അവർ ടീച്ചേഴ്സ് ഫേവറേറ്റ് ബേർഡ്? ആയിരുന്നു കൂട്ടുകാരെ നമ്മുടെ ടീച്ചറിന്റെ ഫേവറേറ്റ് ബേർഡ്? യെസ്, നൈറ്റിംഗേൽ. ഓക്കെ, ലെറ്റ്സ് റീഡ് സം സിമ്പിൾ സെന്റൻസ് അബൌട്ട് നൈറ്റിംഗേൽ. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. മൈ ഫേവറേറ്റ് ബേർഡ് ഈസ് നൈറ്റിംഗേൽ. ഇറ്റ് ഈസ് എ സ്മോൾ ബേർഡ്. It is brown in color. It has a thin beak. It eats fruits, nuts and insects. Okay, have you read about nightingale? Which is your favorite bird? ഏതാണ് കൂട്ടുകാരുടെ ഫേവറേറ്റ് ബേർഡ്? ചിലപ്പോൾ പാരറ്റ് ആയിരിക്കാം, പീകോക്ക് ആയിരിക്കാം, ഡെക്ക് ആയിരിക്കാം, ക്വെയിൽ ആയിരിക്കാം. കൂട്ടുകാരുടെ ഫേവറേറ്റ് ബേർഡ് ഏതാണോ അതിവിടെ എഴുതുക. ഞാനിവിടെ പാരറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. കൂട്ടുകാരുടെ ഫേവറേറ്റ് ബേർഡ് ഏതാണോ അതിവിടെ എഴുതുക. Okay, then draw the picture of your favorite bird and write some sentences about it. നിങ്ങളോട് നിങ്ങളുടെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫേവറേറ്റ് ബേർഡിൻ്റെ ചിത്രം വരയ്ക്കാനും അതിനെക്കുറിച്ച് കുറച്ച് സെൻറ്റൻസസ് എഴുതാനുമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഡോണ്ട് ഫോർഗെറ്റ് ടു കളർ ദ പിക്ചർ. എന്താണ് കൂട്ടുകാരെ? ചിത്രത്തിന് കളർ കൊടുക്കാൻ മറക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ പാരറ്റിൻ്റെ ചിത്രമാണ് കൊടുക്കുന്നത്. കൂട്ടുകാരുടെ ഫേവറേറ്റ് ബേർഡ് ഏതാണോ അതിൻ്റെ ചിത്രം വരയ്ക്കുക, കളറും നൽകുക. ഇനി നമുക്ക് കുറച്ച് സെൻറ്റൻസ് എഴുതിയാലോ? എഴുതാം. ഫസ്റ്റ് എന്താണ്? മൈ ഫേവറേറ്റ് ബേർഡ് ഈസ് പാരറ്റ്. ദെൻ ഒരു ചെറിയൊരു പക്ഷിയല്ലേ, സോ നമുക്ക് എന്ത് എഴുതാം? ഇറ്റ് ഈസ് എ സ്മോൾ ബേർഡ്. ദെൻ കളർ എന്താണ്? യെസ്, ഇറ്റ് ഈസ് ഗ്രീൻ ഇൻ കളർ. ദെൻ അതിൻ്റെ ബീക്ക് എങ്ങനെയാണെന്ന് എഴുതിയാലോ? ഇറ്റ് ഹാസ് കർവ്ഡ് ബീക്ക്. അതിന് എങ്ങനത്തെ ബീക്കാണ്? കർവ്ഡ് ആണല്ലേ. ഓക്കെ, ദെൻ ഇത് എന്തൊക്കെയാണ് ഭക്ഷിക്കുന്നത്? അതിൻ്റെ ഫുഡ് എന്താണെന്ന് എഴുതിയാലോ? ഇറ്റ് ഈറ്റ്സ് ഫ്രൂട്ട്സ്, നട്ട്സ് ആൻഡ് സീഡ്സ്. ഇതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ബേർഡിനെ കുറിച്ച് കുറച്ച് വാചകങ്ങൾ എഴുതുക, അതിൻ്റെ ചിത്രം വരയ്ക്കുക, ചിത്രത്തിന് കളറും കൊടുക്കുക. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയാലോ? പിക്ചർ, ഈ ചിത്രം നോക്കൂ. ഹു ഈസ് സ്റ്റാൻഡിങ് ദർ? ആരാണ് അവിടെ നിൽക്കുന്നത്? യെസ്, ഒരു ആൺകുട്ടിയാണല്ലേ. എ ബോയ് ഈസ് സ്റ്റാൻഡിങ് ദർ. അവിടെ ഒരു ആൺകുട്ടിയാണ് നിൽക്കുന്നത്. വാട്ട് ഈസ് ഹി ഡൂയിങ്? ഹി ഈസ് വാച്ചിങ് ഔട്ട്സൈഡ്. ഓക്കെ, നമുക്ക് അങ്ങനെ എഴുതിക്കൂടെ? വാട്ട് ഈസ് ഹി ഡൂയിങ്? ഹി ഈസ് വാച്ചിങ് ഔട്ട്സൈഡ്. ഓക്കെ, then do you want to know more about him? നിങ്ങൾക്ക് അവനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടോ? വാട്ട് ഈസ് ഹിസ് നെയിം? അവൻ്റെ പേരെന്താണ്? വാസ് ഹി ലിവിങ് വിത്ത് ഹിസ് പാരൻസ്? അവനവൻ്റെ പാരൻസിനോടൊപ്പമാണ് താമസിക്കുന്നത്. വാസ് ഹി ഗോയിങ് ടു സ്കൂൾ? അവൻ സ്കൂളിലൊക്കെ പോകുന്നുണ്ടോ? To find out the answers of this question, we have to read this passage. ഇതിൻ്റെയൊക്കെ ആൻസർ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ കണ്ടെത്തണമെങ്കിൽ we have to read this passage. നമ്മൾ ഈ പാസേജ് വായിച്ചു നോക്കണം. നമുക്ക് വായിച്ചു നോക്കിയാലോ? Passage is given in your textbook, page number 60. our ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 60യിലുള്ള പാസേജ് ആണിത്. സോ നമുക്കൊന്ന് വായിച്ചു നോക്കാം.
ദെൻ എന്താ പറഞ്ഞിട്ടുള്ളത്? അണ്ടർലൈൻ ദ ഡിഫിക്കൾട്ട് വേർഡ്സ് വെൻ യു റീഡ്. നിങ്ങളോട് എന്താണ് വായിക്കുമ്പോൾ അതിലെ ഡിഫിക്കൾട്ട് വേർഡ്സിനെ അണ്ടർലൈൻ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദാറ്റ് വേർഡ്സ് യൂസിങ് ഡിക്ഷണറി. ഡിക്ഷണറി ഉപയോഗിച്ച് ആ വേർഡ്സിൻ്റെയൊക്കെ മീനിങ്ങും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് ഫസ്റ്റ് വായിച്ചു നോക്കാം. എ സൂത്തിങ് സോങ്. ഇൻ റഷ്യ there lived a rich merchant. സൂത്തിങ് സോങ് എന്താണ്? ഒരു ആശ്വാസ ഗാനം. ഇൻ റഷ്യയിൽ there lived a rich merchant. അവിടെ ഒരു ധനികനായ മെർച്ചൻ്റ് താമസിച്ചിരുന്നു. He had a servant. അദ്ദേഹത്തിന് ഒരു സെർവൻ്റ് ഉണ്ടായിരുന്നു. എ ബ്രൈറ്റ് ആൻഡ് ബ്രേവ് ബോയ് കോൾഡ് ഐവാൻ. എങ്ങനെയുള്ള കുട്ടിയായിരുന്നു? ഒരു ബ്രൈറ്റ്, വളരെ ബുദ്ധിശാലിയും അതുപോലെ തന്നെ ധീരനുമായ ഒരു ആൺകുട്ടിയായിരുന്നു. അവൻ്റെ പേരെന്തായിരുന്നു? യെസ്, ഐവാൻ. ദ മെർച്ചൻ്റ് വാസ് എ ക്രൂവൽ മാൻ. ആ മെർച്ചൻ്റ് എങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു? ഹി വാസ് എ ക്രൂവൽ മാൻ. അദ്ദേഹം ഒരു ക്രൂരനായ മനുഷ്യനായിരുന്നു. ഹി മെയ്ഡ് ഐവാൻ ടോയിൽ ഫ്രം ഡൗൺ ടു ഡെസ്ക്. അവനെ കൊണ്ട് ആ മെർച്ചൻ്റ് രാവിലെ മുതൽ ഡൗൺ ടു ഡെസ്ക്, അതായത് പ്രഭാതം മുതൽ സന്ധ്യയാകുന്നവരെ പണിയെടുപ്പിക്കുമായിരുന്നു. ഐവാൻ ഹാഡ് നോ ടൈം ടു റെസ്റ്റ്. ഐവാന് വിശ്രമിക്കാൻ പോലും സമയമുണ്ടായിരുന്നില്ല. ടയേർഡ് ആഫ്റ്റർ ഹെവി വർക്ക് ഐവാൻ വുഡ് ലൈ ഓൺ ഹിസ് ബെഡ്. എന്താണ്? ഹെവി വർക്കിനൊക്കെ ശേഷം അവനിങ്ങനെ അവൻ്റെ കിടക്കയിൽ കിടക്കാറുണ്ടായിരുന്നു. ദെൻ എ നൈറ്റിംഗേൾ വുഡ് സ്റ്റാർട്ട് സിംഗ് സ്വീറ്റ് സോങ്സ് ടു ഹിം. അപ്പോൾ എന്താണ്? ഒരു നൈറ്റിംഗേൾ അവന് വേണ്ടിയിട്ട് മധുരമായ പാട്ടുകൾ ഇങ്ങനെ പാടിക്കൊടുക്കും. എവറി നൈറ്റ് ദ നൈറ്റിംഗേൾ യൂസ് ടു സിംഗ് ഫോർ ഹിം. എല്ലാ രാത്രികളിലും അവന് വേണ്ടി ആ നൈറ്റിംഗേൾ പാടും. ഹി കുഡ് never see the nightingale as it was dark outside. He could never see the nightingale. അവനെ ഒരിക്കലും എന്താണ്? ആ നൈറ്റിംഗേലിനെ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? ഇറ്റ് വാസ് എ ഡാർക്ക് ഔട്ട്സൈഡ്. പുറത്തെങ്ങനെയാണ്? ഇരുട്ടാണ്, രാത്രിയല്ലേ. സോ എന്താണ്? ഇറ്റ് വാസ് ഡാർക്ക് ഔട്ട്സൈഡ്. ഇറ്റ്സ് സോങ് സൂത്ഡ് ഹിം ടു സ്ലീപ്പ്. പക്ഷേ എന്തായിരുന്നു? ആ സോങ് അവനെ ആ ഉറക്കത്തിലേക്ക് പെട്ടെന്ന് തന്നെ നയിക്കുമായിരുന്നു. വാട്ട് എ ലവ്ലി സോങ്. എത്ര മനോഹരമായ സോങ്. ഹൗ ബ്യൂട്ടിഫുള്ളി ഇറ്റ് സിങ്സ്. എത്ര ഭംഗിയായിട്ടാണ് അത് പാടുന്നത്. ബട്ട് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇറ്റ് സോങ്. എന്നാൽ എന്തായിരിക്കും ഈ പാട്ടിൻ്റെ അർത്ഥം? ഐ വിഷ് ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. ഐവാൻ വുഡ് തിങ്ക്. എനിക്ക് ഈ പക്ഷികളുടെ ഭാഷ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് അവൻ ആഗ്രഹിച്ചു. ഐവാൻ വുഡ് തിങ്ക്. ഐവാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു. ഐ വിഷ് ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. സാറേ, നമ്മളോട് ഡിക്ഷണറി നോക്കിയിട്ട് എന്താണ്? ഡിഫിക്കൽട്ട് വേർഡ്സിൻ്റെ മീനിങ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. മെർച്ചൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, എ ട്രേഡർ ആൻഡ് എക്സ്പോർട്ടർ ഓർ ഇമ്പോർട്ടർ ഓഫ് ഗുഡ്സ്. അതായത് വ്യാപാരി, കച്ചവടക്കാരൻ, വണികു, വർത്തകൻ എന്നിങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ദെൻ സൂത്ത്. എന്താണ് മീനിങ്? ടു മേക്ക് കാം ഓർ ക്വയറ്റ്. ശാന്തമാക്കുക, സമാശ്വസിപ്പിക്കുക. ദെൻ ബ്രേവ്, കറേജിയസ്, നോബിൾ, ഫിയർലെസ്. എന്താണ്? യെസ്, വീരനായ, ധീരനായ, നിർഭയനായ എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, ദെൻ ടോയിൽ, ഹാർഡ് ലേബർ വർക്ക്. അധ്വാനം, കഠിനാധ്വാനം. എന്താണ്? ടോയിൽ മീൻസ് ഹാർഡ് ലേബർ വർക്ക്, അധ്വാനം, കഠിനാധ്വാനം. ഡോൺ മീൻസ് ഡേ ബ്രേക്ക്, ബിഗിനിങ്. റൈസ് എന്താണ്? ഉഷസ്, പുലരി, പ്രഭാതം, ആരംഭകാലം, പ്രാരംഭം എന്നൊക്കെയാണ് ഡോൺ എന്ന വേർഡിൻ്റെ അർത്ഥം. ഓക്കെ, ദെൻ ഡസ്ക്, ടൈം ജസ്റ്റ് ബിഫോർ നൈറ്റ് ഫോൾ. ഇരുട്ടുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം, അതായത് പ്രദോഷം, അല്ലെങ്കിൽ എന്ത് പറയും? സായം, സന്ധ്യ. അപ്പോൾ ഡസ്കിൻ്റെ മീനിങ് എന്താണെന്ന് കണ്ടെത്തിയില്ലേ? ടൈം ജസ്റ്റ് ബിഫോർ നൈറ്റ് ഫോൾ. ഓക്കെ, കൂട്ടുകാരും ഇതുപോലെ ഡിക്ഷണറിയിൽ നോക്കി ഓരോ വേർഡ്സിൻ്റെയും മീനിങ്സ് കണ്ടെത്തുക. ഓക്കെ, then have you read the passage carefully? Did you understand the passage? Try to find out the answers of these questions. Okay, first question നോക്കാം. Where did Ivan live? എവിടെയാണ് ഐവാൻ താമസിച്ചിരുന്നത്? എവിടെയാണ്? യെസ്, ഇൻ റഷ്യ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൂ വാസ് ഐവാൻ? ഐവാൻ ആരായിരുന്നു? യെസ്, ഐവാൻ വാസ് എ സെർവൻറ്റ് ബോയ്. ഒരു സെർവൻറ്റ് ബോയ് ആയിരുന്നു. ഐവാൻ വാസ് എ സെർവൻറ്റ് ബോയ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ വാസ് ഐവാൻസ് മാസ്റ്റർ? ആരായിരുന്നു ഐവാൻ്റെ മാസ്റ്റർ എന്നാണ് ചോദിച്ചത്. ആരാണ്? യെസ്, ഐവാൻസ് മാസ്റ്റർ വാസ് എ റിച്ച് മെർച്ചൻറ്റ്. ഐവാൻ്റെ മാസ്റ്റർ ഒരു റിച്ച് മെർച്ചൻ്റ് ആയിരുന്നു. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഹിസ് മാസ്റ്റർ വാസ് എ റിച്ച് മെർച്ചൻറ്റ്. അവൻ്റെ മാസ്റ്റർ ഒരു റിച്ച് മെർച്ചൻ്റ് ആയിരുന്നു. നമുക്ക് അങ്ങനെയും എഴുതാം. എന്താണ്? ഓക്കെ, ദെൻ വാസ് ഹി എ കൈൻഡ് മാൻ? അദ്ദേഹം ഒരു ദയുള്ള മനുഷ്യനായിരുന്നു.
നോ അല്ലല്ലോ, യെസ് നോ. ഹി വാസ് എ ക്രൂവൽ മാൻ. അദ്ദേഹം ഒരു ക്രൂരനായ മനുഷ്യനായിരുന്നു. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് വാസ് ഐവാൻസ് ഡ്രീം? ഐവാൻ്റെ ഡ്രീം എന്തായിരുന്നു? എന്താണ്? ഐവാൻ വാണ്ടഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. ഐവാൻ എന്താണ് ആഗ്രഹം? ഐവാൻ വാണ്ടഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. അവനെ പക്ഷികളുടെ ഭാഷ മനസ്സിലാക്കുക എന്തായിരുന്നു അവൻ്റെ ആഗ്രഹം. I wish I could understand the language of birds. Okay, this is Ivan's wish or dream. ഇതെന്താണ്? ഐവാൻ്റെ വിഷ്, ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു സ്വപ്നമാണ്. All of us have dreams like this. എല്ലാവർക്കും എങ്ങനെയാണ് ഇതുപോലൊരു സ്വപ്നം ഉണ്ടാകും. കൂട്ടുകാർക്കുമില്ലേ? യെസ്. ലെറ്റ്സ് സീ ദ ഡ്രീംസ് ഓഫ് സം അതർ ചിൽഡ്രൻ. നമുക്ക് മറ്റു കുറച്ച് കുട്ടികളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഐ വിഷ് ഐ കുഡ് സ്വിം ലൈക്ക് എ ഫിഷ്. ഒരു ഫിഷിനെ പോലെ നീന്താൻ കഴിഞ്ഞിരുന്നുവെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഗേൾ നോക്കൂ. ഐ വിഷ് ഐ കുഡ് ഫ്ലൈ ലൈക്ക് എ ബേർഡ്. ഒരു പക്ഷിയെ പോലെ പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വിഷ് കുഡ് ഗോ ടു മൂൺ. ഞാൻ ചന്ദ്രനിൽ പോകാൻ കഴിഞ്ഞെങ്കിലെന്ന് ആഗ്രഹിക്കുന്നു. ഐ വിഷ് ഐ കുഡ് റൺ ലൈക്ക് എ ചീറ്റ. ഒരു ചീറ്റയെ പോലെ ഓടാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ദെൻ ഹൗ ദ ചിൽഡ്രൻ സേ അബൌട്ട് ദെയർ ഡ്രീംസ്? യൂസിങ് എ സെൻറ്റൻസസ് സ്റ്റാർട്ടിങ് വിത്ത് ഐ വിഷ് ഐ കുഡ്. വാട്ട് ആർ യുവർ ഡ്രീംസ്? ക്യാൻ യു റൈറ്റ് ദം ലൈക്ക് ദിസ്? നിങ്ങളോട് എങ്ങനെയാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ? ഐ വിഷ് ഐ കുഡ് വെച്ച് എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. സ്റ്റാർട്ട് ചെയ്യേണ്ടത് യെസ്, ഐ വിഷ് ഐ കുഡ്. ഓക്കെ, കംപ്ലീറ്റ് ആക്ടിവിറ്റി വിച്ച് ഈസ് ഗിവൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 82. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 82-ലെ ആക്ടിവിറ്റിയാണിത്. ഓക്കെ, നമുക്ക് എഴുതി നോക്കിയാലോ. ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 8. ഐ വിഷ് ഐ കുഡ് അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. എനിക്ക് പക്ഷികളുടെ ഭാഷ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദിസ് വാസ് വൺ ഓഫ് ഐവാൻസ് ഡ്രീംസ്. ഇത് ഐവാൻ്റെ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു. ഡു യു ഹാവ് സച്ച് ഡ്രീംസ്? റൈറ്റ് ഡൗൺ യുവർ ഡ്രീംസ്. നിങ്ങളോടും ഇതുപോലെ നിങ്ങളുടേതായ സ്വപ്നങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഐ വിഷ് ഐ കുഡ്. എന്തെഴുതാം? കാർ. എനിക്കൊരു കാർ ഓടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ദെൻ ഐ വിഷ് ഐ കുഡ് ഡാൻസ് ലൈക്ക് എ പീകോക്ക്. ഒരു പീകോക്കിനെ പോലെ നൃത്തം ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദെൻ ഐ വിഷ് ഐ കുഡ് ഗോ ടു മൈ സ്കൂൾ എഗെയിൻ. എൻ്റെ സ്കൂളിൽ വീണ്ടും പോകാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദെൻ ഐ വിഷ് ഐ കുഡ് മീറ്റ് ദ ഗ്രേറ്റ് ആക്ട്രസ് മഞ്ജു വാര്യർ. ഗ്രേറ്റ് ആക്ട്രസ് ഉള്ള മഞ്ജു വാര്യരെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വിഷ് ഐ കുഡ് സിങ് വെൽ. എനിക്ക് നന്നായി പാടാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതുപോലെ കൂട്ടുകാരുടെ ഡ്രീംസ് എഴുതുമല്ലോ. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ ഈ വർക്ക്ഷീറ്റിലെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ വന്ന കമൻറ്റുകൾ നോക്കാം. ഫസ്റ്റ് കമൻറ്റ് നോക്കാം. സഫിറ. ഓക്കെ, ദെൻ ജാസ്മിൻ ഷിൻ സൂപ്പർ. ദെൻ മനോജ് സൂപ്പർ ടീച്ചർ, താങ്ക് യു. ദെൻ എ വ്ളോഗ് ടീച്ചർ ക്ലാസ് സൂപ്പർ. ദെൻ ആശ കെ പി താങ്ക്സ്. ദെൻ നെജിയ റിൻഷ ആബിദ് താങ്ക്സ് ടീച്ചർ സബ്സ്ക്രൈബ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ റിസ്വാന സി വി ഹായ്. എല്ലാ കൂട്ടുകാർക്കും ഹായ്. ഓക്കെ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.